മറ്റൊരു വാർത്ത കൂടി വരികയാണ്. ഇത്തരത്തിൽ ഏജൻസി ഫീസ് അടയ്ക്കാത്തതിനെ തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥിയെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് തിരിച്ചയച്ചുവെന്ന പരാതി വരുന്നു. എക്സ്പെർട്ട് എഡ്യൂടെക് എന്ന ഏജൻസി 12 ലക്ഷം രൂപ വാങ്ങി പറ്റിച്ചുവെന്നാണ് പരാതി. ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയപ്പോഴാണ് ഫീസ് അടച്ചില്ലെന്ന് മനസ്സിലായതെന്ന് വിദ്യാർത്ഥി പറയുന്നു. ഈ മാസം 10-ന് വിദ്യാർത്ഥിനിയുടെ വിസ കാലാവധി തീരുകയും ചെയ്യും. അതിനുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ പഠനം മുടങ്ങുമെന്ന അവസ്ഥയാണ്. 2024 കുട്ടിയെ MBBS പഠിക്കാനായിട്ട് എക്സ്പേർട്ട് എന്ന് പറഞ്ഞ ഒരു മിൽജോ സാർ എന്ന് പറഞ്ഞ പുള്ളി കുട്ടിയെ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് ഗൂഗിൾ മീറ്റ് വഴിയാണ് കൊണ്ടുപോയത്. അവിടുത്തെ സ്റ്റാഫുകളാണ് ഗൂഗിൾ മീറ്റ് വഴിയെല്ലാം നടത്തിയത്. കുഞ്ഞിന് തുടർന്ന് പഠിക്കണമെങ്കിൽ ആദ്യ വർഷത്തെ ഫീസ് ഫുള്ളും 6 ലക്ഷം ഈ ആൾ അടച്ചെങ്കിൽ മാത്രമേ കുട്ടിയെ അവിടെ തുറന്ന് പഠിപ്പിക്കത്തുള്ളൂ. അതിന് അവർ 10 ദിവസത്തെ സമയം തന്നിരുന്നത്. ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞതിന് 3 ദിവസം കൂടിയേ ഉള്ളൂ. അങ്ങനെ അടച്ചില്ലെങ്കിൽ കുട്ടിയുടെ ഭാവി തന്നെ പോകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഫീസായിട്ട് കൊടുത്തിരിക്കുന്ന 9.5 ലക്ഷം, കുട്ടിയുടെ കയ്യിൽ കൊടുത്തു വിട്ടതും കൂടി 12 ലക്ഷം. ഷബാസ് അഹമ്മദാണ് ചേരുന്നത്. ഷബാസ്, നമ്മൾ ഈ നിരന്തരം തട്ടിപ്പുകളുടെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ കുട്ടിയുടെ വിസ കാലാവധി തീരാനായി, പണം അടച്ചില്ലെങ്കിൽ ഇപ്പോൾ പഠനം മുടങ്ങുമെന്നൊരവസ്ഥ കൂടിയാണല്ലേ? തീർച്ചയായും വിനീത, വിദേശത്ത് MBBS പഠനത്തിന് പോയ വിദ്യാർത്ഥിനിയെയാണ് ഈ കൊണ്ടുപോയ ഏജൻസി ഫീസ് അടയ്ക്കാതെ പറ്റിച്ചെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. 2024 ഒക്ടോബറിലാണ് ഈ വിദ്യാർത്ഥിനിയെ എക്സ്പെർട്ട് എഡ്യൂടെക് എന്ന സ്ഥാപനം ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠനത്തിനായി അഡ്മിഷനായി ചേർക്കുന്നത്. പിന്നീട് ഈ വിദ്യാർത്ഥിനിയുടെ വാർഷിക ഫീസ്, അതായത് യൂണിവേഴ്സിറ്റി ഫീസ് ഈ സ്ഥാപനം അടച്ചില്ല എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഈ എക്സ്പെർട്ട് എഡ്യൂടെക് എന്ന സ്ഥാപനത്തെ പരസ്യങ്ങൾ കണ്ടാണ് ഈ കുടുംബം ബന്ധപ്പെടുന്നത്. പിന്നീട് ഇവർ ഇന്റർവ്യൂ അടക്കം നടത്തിയാണ് ഈ കുട്ടിയെ വിദേശ MBBS പഠനത്തിനായി ഉസ്ബെക്കിസ്ഥാനിലേക്ക് അടച്ചത്. അവിടെ എത്തിയപ്പോഴാണ് വിദ്യാർത്ഥിനി അറിയുന്നത് ഇങ്ങനെ ഈ വാർഷിക ഫീസ് ഈ ഏജൻസിക്ക് നൽകിയത് അവർ ആ കോളേജിൽ അടച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത്. പിന്നീട് 1 വർഷത്തോളം ഈ വിദ്യാർത്ഥിനി വെയിറ്റ് ചെയ്തു. പിന്നീട് വാർഷിക പരീക്ഷ ആയ സമയത്താണ് ഫീസ് അടയ്ക്കാതെ പരീക്ഷ എഴുതിക്കാൻ നിവൃത്തിയില്ലെന്ന നിലപാട് ഈ ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റി എടുത്തത്. പിന്നീട് കുട്ടിയെ നാട്ടിലേക്ക് തിരിച്ച് അയക്കുകയായിരുന്നു. ഓരോ തവണയും ഈ ഏജൻസിയെ വിളിച്ച് പണം ആവശ്യപ്പെടുമ്പോൾ അവർ പല ന്യായങ്ങൾ പറഞ്ഞ് ഒഴിയുകയാണ്. പിന്നീട് ഈ ആവശ്യം ശക്തമാക്കിയപ്പോൾ അവർ കുടുംബത്തെ അടക്കം ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഈ കുടുംബം എറണാകുളം DCPക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. കാരണം ഈ കുട്ടിയുടെ വിസ കാലാവധി 10-ാം തീയതി തീരും. അതിനുള്ളിൽ ഈ ഫീസ് അടച്ച കുട്ടിയെ തിരികെ എത്തിക്കാനായില്ലെങ്കിൽ ഈ കുട്ടിയുടെ പഠനം എന്നേക്കുമായി മുടങ്ങുന്ന അവസ്ഥയിലാണ് വിനീത. ശരി, 3 ദിവസം കൂടിയ സമയമുള്ളൂ. അതിനിടയിൽ പോലീസ് ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണേണ്ട വിഷയം തന്നെയാണ്. പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ ആ കുടുംബം. ഷബാസ് അഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.